നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമുക്ക് ഈ കല്യാണം നടത്താമെന്ന് നീ ഇപ്പൊ തന്നെ സച്ചി സാറിനെ വിളിച്ച് പറയേന്ദ്ര. അല്ല അമ്മ, അത് സത്യനോടും കൂടി അമ്മയൊന്ന് സംസാരിക്കുക. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് സച്ചി സാറിന്റെ വീട്ടിലേക്ക് പോവാം. ആ ശരി, എന്നാ അവൻ വരട്ടെ. ഞാൻ അവനോട് പറഞ്ഞോളാം. സത്യൻ കുറച്ചുനാൾ അവിടെ പോയി താമസിച്ചുകൊണ്ടുകൂടിയാണല്ലോ ആ ഡോക്ടർ പയ്യനുമായിട്ടുള്ള ഇന്ദുവിന്റെ കല്യാണം മുടങ്ങിയത്. ആ അപ്പോ അവൻ അവളെ ഏറ്റെടുത്തേ പറ്റൂ. എല്ലാവർക്കും സുശീല ഒരു ശത്രുവാ. പക്ഷേ ഇതുപോലൊരു ഘട്ടം വരുമ്പോ അവരെയൊക്കെ സഹായിക്കാൻ ഈ സുശീലയെ കാണൂ. ഏട്ടാ സങ്കടമായോ? അമ്മയെ കാണാതെ വിഷമിച്ചോ? അമ്മ അച്ഛന്റെ വീട്ടില് പോയതല്ലേ, മോന്റെ ചെറിയച്ഛന്റെ കല്യാണം വരാൻ പോവാ. ആ അപ്പൊ നമുക്ക് ഒരുമിച്ച് അച്ഛന്റെ വീട്ടില് പോവാട്ടോ. മോന്റെ അച്ഛമ്മ സമ്മതിച്ചാ 2 ആഴ്ചയുടെ ഉള്ളില് ചെറിയച്ഛന്റെ കല്യാണം ഉണ്ടാവും. സച്ചി സാറിന്റെ മകളെ മരുമകളായിട്ട് കിട്ടാൻ പോവാന്ന് അറിയുമ്പോ സുശീൽ ആന്റി സമ്മതിക്കാതെ ഇരിക്കുവാനു. കാശുള്ളടുത്ത് കമിഴ്ന്ന് വീഴുന്ന ടൈപ്പാ ആന്റിയെ. ഈ കല്യാണത്തിന് 100 വട്ടം സമ്മതിക്കും. അതെ ചേച്ചി, അവരുടെ സ്വഭാവം വെച്ച് പഴയതൊക്കെ അവർ ഒറ്റ നിമിഷം കൊണ്ട് മായ്ച്ചു കളഞ്ഞ് നിന്ന നെപ്പില് പുതിയ ഒരാളായി മാറും. അല്ലെങ്കിൽ അവരോട് സച്ചി സാറിന്റെ കുടുംബം ദ്രോഹമൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇന്ദുവിന്റെ കല്യാണം വരെ മുടക്കിയത് ആ സ്ത്രീയല്ലേ. എന്നിട്ടും സച്ചി സാർ ഇങ്ങനൊരു ആലോചന വെച്ചതേ അത്ഭുതം തന്നെ. സത്യൻ ഇന്ദുവിനെ കല്യാണം കഴിക്കുന്നതോടെ സുശീൽ ആന്റിയുടെ അഹങ്കാരം പത്തി വിടർത്തി ആടും. ഈ ദുഷ്ടന്മാരെ പന പോലെ വളർത്തല്ലേ ദൈവം ചെയ്യുന്നത്. ആ സച്ചി സാറിന്റെ മുന്നില് വേറെ വഴിയൊന്നും ഇല്ലേ ചേച്ചി. ജാതകദോഷം കാരണം മകള് വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാ ജീവിതകാലം മുഴുവൻ അവർക്കതൊരു സങ്കടാവില്ലേ? അല്ലെങ്കിലും സത്യേട്ടന് എന്താ ചേച്ചി കുഴപ്പം? പണമില്ലെന്നല്ലേ ഉള്ളൂ. ബാക്കിയെല്ലാം കൊണ്ടും ഇന്ദുവിന് ചേർന്ന ആള് തന്നെ സത്യേട്ടൻ. ആ സത്യൻ എന്തായാലും ഇന്ദ്രനെ പോലെ അമ്മയുടെ താളത്തിന് തുള്ളില്ല. ഇന്ദുവിനോട് അവന്റെ അമ്മ പോരെടുക്കാൻ തുടങ്ങിയാലേ സത്യം ഭാര്യയെ വിളിച്ച് മാറി താമസിക്കും. സത്യേട്ടൻ അങ്ങനെ ആയിരിക്കില്ല ചേച്ചി ചെയ്യാൻ പോകുന്നത്. ഭാര്യയോടൊപ്പം അവിടെ തന്നെ താമസിച്ച് അമ്മയുടെ പോര് സത്യേട്ടൻ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കും. അല്ലെങ്കിലും എന്നോട് കാണിച്ച ദുഷ്ടതയൊന്നും അമ്മ വേറൊരു മരുമകളോട് കാണിക്കില്ലേ ചേച്ചി. മനീഷയോട് പോലും കാണിച്ചിട്ടില്ല. അമ്മയ്ക്ക് അവളുടെ കുടുംബത്തിലെ സ്വത്തും പണമായിരുന്നു നോട്ടം. സച്ചി സാറിന്റെ കുടുംബം അതിനേക്കാൾ ഉയരത്തിലല്ലേ. എങ്ങനെയെങ്കിലും അവരോട് ചേർന്ന് നിന്ന് നേട്ടം ഉണ്ടാക്കാനേ അമ്മ നോക്കൂ. നീയേ ആ സ്ത്രീ ഇപ്പോഴും അമ്മയെന്ന് വിളിക്കുന്ന കേൾക്കുമ്പോഴേ എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. നിന്റെ കറിവേപ്പില പോലെ എടുത്തു കളഞ്ഞ ആ സ്ത്രീയെ അമ്മയെന്നല്ല വിളിക്കേണ്ടത്, കുമ്മേന്നാ, കുമ്മ. എനിക്കിപ്പോ ഇന്ദ്രനെ കുറിച്ച് ഓർക്കുമ്പോഴും ദേഷ്യം. അവനൊരാവശ്യം വന്നപ്പോ നിന്നെ വിളിച്ചോണ്ട് പോയി. എന്നിട്ട് തിരിച്ചിവിടെ കൊണ്ടുവിടാനുള്ള മര്യാദ അവൻ കാണിച്ചോ? ഇല്ല. ഇനി സത്യന്റെ ഇന്ദുവിന്റെ കല്യാണം കഴിയുന്നത് വരെ ചിലപ്പോ നിന്നെ കൂടെ നിർത്തിയെന്ന് വരും. അത് കഴിയുമ്പോ നീ വീണ്ടും പുറത്താവും. അതാ ഉണ്ടാവാൻ പോകുന്ന. ദേ പാലം കടക്കോളം നാരായണ, അത് കഴിഞ്ഞ കൂരായണ. അതാണല്ലോ അമ്മയുടെ മകന്റെ രീതി. ആ ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലേ ചേച്ചി ഇന്ദ്രേട്ടൻ വിളിച്ചപ്പോ പോയത്. സത്യന് നല്ലൊരു ജീവിതം ഉണ്ടായി കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം. പിന്നെ സച്ചി സാറിനോട് നമുക്കൊരു കടപ്പാടുണ്ടല്ലോ. ഈ കല്യാണം നടന്നാ നമ്മുടെ കുടുംബത്തിന് അതൊരു ആശ്വാസമായിരിക്കും. എന്തായാലും സത്യേട്ടന്റെ കല്യാണം നടക്കുകയാണെങ്കിൽ അനുചേച്ചി ഇന്ദ്രേട്ടൻ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകുന്നുള്ള കാര്യം ഉറപ്പാ.
അങ്ങനെ ഒരു ഡിമാൻഡ് സത്യേട്ടൻ ഇപ്പൊ തന്നെ വെക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. അതൊക്കെ പലതും കണക്കൂട്ടി തന്നെയാ ചേച്ചി. സത്യന്റെ ഉള്ളിൽ നല്ല ഉദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ ചേരൂ. പക്ഷേ അവന്റെ ഡിമാൻഡ് അമ്മ അംഗീകരിക്കുമെന്നുള്ള കാര്യത്തില് ഇന്ദ്രേട്ടന് ചെറിയ സംശയമുണ്ട്. പിന്നെ എന്നെ തിരിച്ചു വിളിക്കാൻ അമ്മ സമ്മതിച്ചില്ലെങ്കിലും സത്യന്റെ കല്യാണം നടക്കണമെന്നാ എന്റെ ആഗ്രഹം. അത് ഞാൻ ഇന്ദ്രേട്ടനോട് പറഞ്ഞിട്ടുമുണ്ട്. ഞാനും എന്റെ മോനും ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചോളും. നിന്റെ അമ്മ പറഞ്ഞ കാര്യത്തിന് നീ മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ സത്യ. നല്ലൊരാലോചനയല്ലേ മോനെ. ഇവിടെ എല്ലാവർക്കും അത് നടന്നു കാണണമെന്ന് തന്നെ ആഗ്രഹം. എടാ, സച്ചി സാറിനോടും കുടുംബത്തിനോടും നമുക്ക് ഒരുപാട് കടപ്പാടുണ്ട് സത്യ. അപ്പോ അവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ നമ്മളല്ലേ സഹായിക്കേണ്ടത്? സച്ചി സാറിനും കുടുംബത്തിനും ബുദ്ധിമുട്ടോ? അവർക്ക് എന്ത് ബുദ്ധിമുട്ടാ അമ്മേ? അതെനിക്ക് മനസ്സിലായില്ലല്ലോ. ആ എടാ, ഒരു മാസത്തിനകം ആ ഇന്ദുവിന്റെ കല്യാണം നടന്നില്ലെങ്കിൽ ആ കൊച്ചിന് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും സുമംഗലി യോഗം നടക്കില്ലെന്നാ അതിന്റെ ജാതകത്തിൽ എഴുതിയിരിക്കുന്നേ. അതുകൊണ്ടല്ലേ അവർ ഈ അവസാന നിമിഷം നിന്നെ അന്വേഷിച്ചു വന്നത്. ആ, അങ്ങനെയാണോ? എങ്കി എനിക്ക് കല്യാണം വേണ്ട. ആരെയും കിട്ടാതായപ്പോ സത്യൻ എങ്കിൽ സത്യൻ എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ അതിന് നിന്ന് കൊടുക്കാൻ എന്നെ കിട്ടില്ല. ഞാൻ അത്രയ്ക്ക് നിസ്സാരക്കാരനാണോ അമ്മേ? അങ്ങനെയല്ലടാ, അവര് വലിയ കാശുകാരല്ലേ. അപ്പൊ അതിന് പറ്റിയ ചെറുക്കന്മാരെ അവര് നോക്കാതിരിക്കുവോ? ഇന്ദുവിന്റെ ജാതകദോഷം നിന്റെ ജാതക ഗുണമായിട്ട് അങ്ങോട്ട് കരുതിയാ മതി. എന്ന് വെച്ചാ എനിക്ക് ബമ്പർ ലോട്ടറി അടിക്കുന്നത് പോലെ ഒരു കാശുകാരി പെണ്ണിനെ കിട്ടാൻ പോകുന്നു അല്ലേ? വേണ്ടമ്മേ. സച്ചി സാറിനോടും കുടുംബത്തിനോടും എനിക്ക് ഇഷ്ടവും കടപ്പാടൊക്കെ ഉണ്ട്. പക്ഷേ സ്വത്തും പണവും മോഹിച്ച് ഇന്ദുനെ കല്യാണം കഴിക്കാൻ എനിക്ക് പറ്റില്ല. സ്വത്തും പണവും വേണ്ടെങ്കിൽ നീ വാങ്ങണ്ട സത്യ. ഇന്ദുവിനെ നിനക്ക് കല്യാണം കഴിച്ചൂടെ? അതൊരു നല്ല കൊച്ചാടാ. നീ കാരണമല്ലേ ഡോക്ടർക്കുമായിട്ടുള്ള അവളുടെ കല്യാണം മുടങ്ങിയത്. അതേ സത്യ, ആ ഒരു ഔദാര്യമെങ്കിലും നീ അവളോടൊന്ന് കാണിക്കേ. ഔദാര്യോ? എന്റെ പേരിൽ അപവാദം പറഞ്ഞുണ്ടാക്കി അമ്മയല്ലേ ഇന്ദുവിന്റെ കല്യാണം മുടക്കിയത്. പകരം ഞാൻ ഇന്ദുവിനെ കല്യാണം കഴിക്കുന്നെങ്കിൽ അതിന്റെ പേര് ഔദാര്യം എന്നല്ല, പ്രായശ്ചിത്തം എന്നാ. എന്റെ അമ്മ കുടുംബത്തിനോട് ചെയ്ത തെറ്റിന് മകനായ ഞാൻ ചെയ്യുന്ന പ്രായശ്ചിത്തം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കാം. എന്തു പറയുന്നു? അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്റെ മോനി കല്യാണത്തിനൊന്ന് സമ്മതിച്ചാ മതി. ഇന്ന് തന്നെ സച്ചി സാറിന് മറുപടി കൊടുക്കണമെന്നാ ഇന്ദ്രൻ പറഞ്ഞത്. ഇന്ദുവായിട്ടുള്ള കല്യാണത്തിന് ഞാൻ സമ്മതിച്ചു. പക്ഷേ ഞാൻ കല്യാണം കഴിക്കുമ്പോ എന്റെ കൂടെ അമ്മയും ഏട്ടനും മാത്രം പോരാ. നമ്മുടെ കുടുംബം ഒരുമിച്ച് നിന്ന് വേണം ഈ കല്യാണം നടത്താൻ. ഒരുമിച്ചോ എന്ന് പറഞ്ഞ? എന്ന് വെച്ചാ തുടക്കം മുതൽ എല്ലാ കാര്യങ്ങളിലും ശ്യാമിനെയും സോനയും അനുവടുത്തിയും അമ്മ ഉൾപ്പെടുത്തണം. ഞാൻ എന്ത് ഉൾപ്പെടുത്താനാടാ? നിന്റെ കല്യാണമല്ലേ, നിനക്കിഷ്ടമുള്ളവരെയൊക്കെ നീ ക്ഷണിച്ചോ. എനിക്കൊരു വിരോധവും ഇല്ല. നിന്റെ പെങ്ങളും അളിയനൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ, പിന്നെന്താ? അപ്പൊ അനുവടുത്തിയോ? അമ്മയും ഏട്ടനും പോയി വിളിച്ചോണ്ട് വരാതെ അനുവടുത്തി ഇങ്ങോട്ട് വരില്ല. അത് ശരിയാ സുശീലേ. അനുപമ എല്ലാത്തിനും പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾ ആ വീട്ടിൽ പോയി സംസാരിക്കേണ്ടി വരും. ഒരവസരം കിട്ടിയപ്പോ എല്ലാവരും കൂടി അവളെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാനുള്ള ശ്രമമാണെന്ന് മനസ്സിലായി. ഒരു നല്ല കാര്യം നടക്കാൻ വേണ്ടി ഞാനവളെ വിളിച്ചോണ്ട് വരാം. പക്ഷേ സത്യന്റെ കല്യാണം കൂടി കഴിയുമ്പോ എല്ലാവരും കൂടി ഈ വീട്ടിൽ എങ്ങനെ കഴിയുമെന്ന് കൂടി ആലോചിക്കണം. മരുമകളെ തിരിച്ചു കൊണ്ടുവരുമ്പോ മരുമകൻ ചിലപ്പോ വീട് മാറേണ്ടി വരും.
ആ അത് സാരില്ല, ഞങ്ങൾ എപ്പോ വേണമെങ്കിലും ഇവിടുന്ന് മാറാൻ തയ്യാറാ. അതെ, അമ്മ ഇന്ദ്രേട്ടനും അനുവേട്ടത്തെയും മോനെയും എപ്പോ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരുന്നോ ആ ദിവസം ഞങ്ങൾ ഇവിടുന്ന് മാറിത്തരാം. ആദ്യം ഈ കല്യാണം ഒന്ന് ഉറപ്പിക്കട്ടെ. ചടങ്ങുകളൊക്കെ പെണ്ണിന്റെ വീട്ടിൽ വെച്ചായിരിക്കുമല്ലോ. തൽക്കാലം അതിലെല്ലാവരും കൂടി പങ്കെടുത്താ പോരെ സത്യ? അത് മതി. ആ ശരി, ഇന്ദ്രൻ വന്നിട്ട് സച്ചി സാറിനെ വിളിച്ചു പറയാം. ആ എന്നാ നീ പൊയ്ക്കോ. അങ്ങനെ തീരെ പ്രതീക്ഷിക്കാതെ നമ്മുടെ സത്യന്റെ കല്യാണമായി അല്ലേ സുശീലേ? ഒരു പിടിവാശിയും കാണിക്കാതെ നീ അതിനെ സമ്മതിച്ചത് തന്നെ വലിയ കാര്യം. ഇനിയെല്ലാം ഭംഗിയായി നടക്കും. നടക്കണം ഭാനുമ്മേ. സുശീലയുടെ കഷ്ടപ്പാടിന് ദൈവം അറിഞ്ഞു തന്ന വിജയമാണിത്. ഹാ, പണ്ട് ഞാൻ സച്ചി സാറിന്റെ വീട്ടിൽ അടുക്കളപ്പണി ചെയ്യുമ്പോ സത്യനും സോനയും അവിടുത്തെ ചായ്പിൽ വിശന്നിരിപ്പുണ്ടാവും. അമ്മ ജോലിയും കഴിഞ്ഞ് അവിടെ ബാക്കിയുള്ള ഭക്ഷണവും കൊണ്ടുവരുന്നതും കാത്ത്